ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളെ റെസിപ്പി ബീട്രൂട്ട് വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് വേണമെങ്കിൽ റോസ്റ്റോ തോരനോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഒരു 3 ബീട്രൂട്ട് എടുത്തിട്ട് ഒരു 400 ഗ്രാം അളവുണ്ടാവും. നമ്മളിത് കട്ട് ചെയ്ത് ഇതേ വലിപ്പത്തിലാണ്, അതായത് അല്പം വലിപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് കട്ട് ചെയ്ത ബീട്രൂട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലും ചെയ്യാം. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് 5 വറ്റൽമുളകും, ഒരു അര സ്പൂണ് മല്ലിയും, ഒരു 1/4 സ്പൂണ് വലിയ ജീരകവും, 2 കഷ്ണം പട്ടയും ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതേപോലെ ആകുന്ന സമയത്ത് അത് ഫ്ലെയിം ഓഫാക്കി ഞാനൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അല്പം തരിയായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 സ്പൂൺ അളവിൽ പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചത് ബീട്രൂട്ട് ഏകദേശം ഒരു 3/4 വേവ് ആയിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ബീട്രൂട്ടിൻ്റെ വേവ് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് 1/4 സ്പൂണ് ഉഴുന്ന് പരിപ്പും ഒരു 1/4 സ്പൂണ് കടുകും ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലിടുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവോള, അതായത് മീഡിയം സൈസ് സവോളയും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തും ഇതേപോലെ വലിപ്പത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 5 വെള്ളുള്ളി ചതച്ചതാണ്, തോലടക്കം ചതച്ചത് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന ഈ സമയത്ത് ഒരു 2 കറിവേപ്പില കൂടി അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. എന്നതിന് ശേഷം നമ്മൾക്ക് ബോയിൽ ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾക്ക് അതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റം ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കുക. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. എന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 സ്പൂണ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഉപ്പൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് വരാണ്ടല്ലോ, കാരണം 3/4 വേവ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി അതിലൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടികളും കൂടി ചേർക്കുക. ഇപ്പോൾ ഫ്ലെയിം ഒന്നുകൂടി അല്പം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ബീട്രൂട്ടിൽ നമ്മൾക്ക് പല റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളും. ആ വെള്ളുള്ളിയുടെ മണവും ആ മസാലയ്ക്ക് നല്ല രുചിയാണ്. ആ പെരിഞ്ചീരകവും പട്ടയെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവും രുചിയുണ്ട്. അപ്പോൾ ഉപ്പ് അല്പം പോരാകി ഉണ്ടായിരുന്നു, അതുകൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ബീട്രൂട്ട് ആയതുകൊണ്ട് മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉപ്പും എരിവൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മുടേതായ സ്റ്റൈലിൽ ഒരു 2 ടേബിൾ സ്പൂണിലധികം, അത് ഏകദേശം ഒരു 3 സ്പൂണിൻ്റെ അടുത്ത് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ അടിപൊളി ബീട്രൂട്ട് റോസ്റ്റോ തോരനോ എന്താ വെച്ചാൽ റെഡി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെ വിളിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഒപ്പിച്ച് നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. എന്തായാലും നിങ്ങൾ ബീട്രൂട്ട് വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ ബീട്രൂട്ടുണ്ട്, പിന്നെ കുറച്ച് മുരിങ്ങയില, പരിപ്പ് കറി, തൈര്. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.